ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് മൈക്രോസോഫ്റ്റ് എക്സലിലെ അഡ്വാൻസ്ഡ് കണ്ടീഷണൽ ഫോർമാറ്റിംഗ് ആണ്. ഇത് നിങ്ങളുടെ ഡാറ്റയ്ക്ക് ഒരു പ്രൊഫഷണൽ ലുക്ക് തരും. ആദ്യം നമുക്കൊരു ഡാറ്റയിൽ ടോപ്പ് അല്ലെങ്കിൽ ബോട്ടം വാല്യൂസ് എങ്ങനെ ഹൈലൈറ്റ് ചെയ്യാമെന്ന് നോക്കാം. അപ്പോൾ ഈ ഒരു ഡാറ്റയിൽ പ്രൊഡക്റ്റ് ഉണ്ട്, അതിൻ്റെ സെയിൽസ് ഉണ്ട്. നമുക്ക് ഈ സെയിൽസ് ഡാറ്റയിൽ ടോപ്പ് 3 പൊസിഷനിലുള്ള പ്രൊഡക്റ്റ് ഏതാണെന്ന് ഐഡൻറ്റിഫൈ ചെയ്യണം. അപ്പോൾ അതിനായിട്ട് നമ്മൾ ഈ സെയിൽസ് ഫിഗേഴ്സ് ഒന്ന് സെലക്ട് ചെയ്യണം. സെലക്ട് ചെയ്യാനായിട്ട് ഞാൻ ഈ ഒരു സെല്ല് ക്ലിക്ക് ചെയ്തു, കൺട്രോൾ ഷിഫ്റ്റ് പ്രസ് ചെയ്തു, താഴത്തോട്ടുള്ള ഏരോ കീ പ്രസ് ചെയ്തു. നമുക്കിവിടെ താഴെ വരെ സെലക്ട് ആയിട്ട് കാണാം. നമുക്ക് ഡ്രാഗ് ചെയ്തിട്ടും സെലക്ട് ചെയ്യാം. എപ്പോഴും നിങ്ങൾ കീബോർഡ് ഷോർട്ട് കട്ട് ഉപയോഗിച്ചിട്ട് തന്നെ സെലക്ഷൻ ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. എന്നതിന് ശേഷം ഹോം ടാബിൽ സ്റ്റൈൽസ് എന്ന റിബണിൽ കണ്ടീഷണൽ ഫോർമാറ്റിംഗ് ക്ലിക്ക് ചെയ്യുക. അതിൽ ടോപ്പ് ബാർ ബോട്ടം റൂൾസ് എന്ന് കാണാം. അത് സെലക്ട് ചെയ്തിട്ട് അതിൽ ടോപ്പ് 10 ഐറ്റംസ് ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് നിങ്ങൾക്ക് ഇവിടെ ടോപ്പ് 3 ആണ് വേണ്ടതെങ്കിൽ ഇവിടെ 3 എന്ന് ടൈപ്പ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് നമുക്ക് ഇഷ്ടമുള്ള കളർ ഇവിടെ സെലക്ട് ചെയ്ത് കൊടുക്കാം. ഇവിടെ ഞാൻ ഗ്രീൻ ഫില്ല് വിത്ത് ഡാർക്ക് ഗ്രീൻ ടെക്സ്റ്റ് കൊടുക്കുകയാണ്. അപ്പോൾ ഞാനിത് ഇവിടെ കൊടുത്തു, ഓക്കെ പ്രസ് ചെയ്തു. അപ്പോൾ നിങ്ങൾക്ക് നോക്കിയാൽ കാണാം ടോപ്പ് 3 പൊസിഷനിലുള്ള ഡാറ്റ വന്നു. അതായത് ബനാന 220, സ്ട്രോബെറി 200, ലൈം 190. ഈ 3 ഡാറ്റയാണ് നമുക്ക് ടോപ്പ് 3 പൊസിഷനിലുള്ളത്. ഞാനിവിടെ കൺട്രോൾ സെറ്റ് അമർത്താണ്. ഇനി അടുത്ത ഇതുപോലെ നമ്മളിവിടെ സെലക്ട് ചെയ്തിട്ട് ഇവിടെ സ്റ്റൈൽസിൽ തന്നെ കണ്ടീഷണൽ ഫോർമാറ്റിങ്ങിൽ ടോപ്പ് ഓർ ബോട്ടം റൂൾസ് എടുക്കുക. അതിൽ ബോട്ടം 10 ഐറ്റംസ് ക്ലിക്ക് ചെയ്താൽ നമുക്കിതുപോലെ 3 ഡാറ്റയാണെങ്കിൽ 3, 5, അപ്പോൾ 5 ഡാറ്റ കൊടുത്തു. എന്നിട്ട് നമുക്ക് വേണ്ട കളറ് ഇവിടെ സെലക്ട് ചെയ്യുക. എന്നിട്ട് ഓക്കെ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ താഴെയുള്ള 5 പ്രൊഡക്റ്റിൻ്റെ ഡീറ്റെയിൽസ് നമുക്ക് ഹൈലൈറ്റ് ആയിട്ട് വരും. ഇവിടെ വാട്ടർമെലൺ ഉണ്ട്, അവക്കാഡോ ഉണ്ട്, ഫിഗ് ഉണ്ട്. അങ്ങനെ നമുക്ക് 5 പ്രൊഡക്റ്റിൻ്റെ ഡീറ്റെയിൽസ് ഇവിടെ ഹൈലൈറ്റ് ആയി വന്നതായിട്ട് കാണാം. അടുത്ത് നമുക്ക് ഇതേ ഡാറ്റയിൽ തന്നെ എങ്ങനെ കളർ സ്കെയിൽ കൊടുക്കാമെന്ന് നോക്കാം. അപ്പോൾ അതിനായിട്ട് ഞാൻ ഡാറ്റ ഒന്ന് ആദ്യം ഫിൽറ്റർ ചെയ്യാണ്. അതിന് വേണ്ടിയിട്ട് കൺട്രോൾ A പ്രസ് ചെയ്തു, കൺട്രോൾ ഷിഫ്റ്റ് L പ്രസ് ചെയ്തു. അപ്പോൾ നമുക്ക് ഫിൽറ്റർ ഓപ്ഷൻ വന്നു. എന്നിട്ട് ജസ്റ്റ് ഇവിടെ ക്ലിക്ക് ചെയ്തു, സോർട്ട് ലാർജസ്റ്റ് ടു സ്മോളസ്റ്റ് കൊടുത്തു. നമുക്ക് ഡാറ്റ ഫിൽറ്ററായി. എന്നതിന് ശേഷം നമ്മളിവിടെ ഈ സെയിൽസ് ഡാറ്റ സെലക്ട് ചെയ്യുക. എന്നിട്ട് ഹോം ടാബ് തന്നെ കണ്ടീഷണൽ ഫോർമാറ്റിങ്ങിൽ കളർ സ്കെയിൽ ഉണ്ട്. അതിൽ നമുക്ക് കുറേ ഓപ്ഷൻസ് കാണാം. നമുക്ക് ഇഷ്ടമുള്ള ഒരു കളർ സ്കെയിൽ ഇവിടെ സെലക്ട് ചെയ്യാം. ഞാനിത് സെലക്ട് ചെയ്തു. അപ്പം താഴെയുള്ള ഫിഗറിന് റെഡ് കളറിലും മുകളിലുള്ള ഫിഗറിന് ഗ്രീൻ കളറിലും എന്നുള്ള രീതിയിൽ ഒരു ഗ്രേഡിയൻ ലെവലിൽ കളർ സ്കെയിൽ ഇവിടെ വന്നുകൊണ്ടിരിക്കും. അപ്പോൾ നമുക്ക് പെട്ടെന്ന് ഒരു പ്രൊഡക്റ്റിൻ്റെ ട്രെൻഡ് എന്താണ് അല്ലെങ്കിൽ ഏത് പൊസിഷനിലാണ് നിൽക്കുന്നത് എന്നത് അറിയാൻ വേണ്ടി സാധിക്കും. അതുപോലെ തന്നെ കണ്ടീഷൻ ഫോർമാറ്റിങ്ങിൽ കളർ സ്കെയിലിൽ മോർ റൂൾസ് കൊടുത്തിട്ട് നമുക്ക് ഇഷ്ടമുള്ള കളറും സെറ്റ് ചെയ്യാൻ സാധിക്കും. അൺഡു ചെയ്യാണ്. ഇനി നമുക്ക് കണ്ടീഷണൽ ഫോർമാറ്റിംഗ് ഉപയോഗിച്ചിട്ട് എങ്ങനെ ഒരു ഡ്യൂപ്ലിക്കേറ്റ് വാല്യൂസ് കണ്ടെത്താൻ പറ്റുമെന്ന് നോക്കാം. ഞാനിവിടെ ഒരു ഡാറ്റ സെറ്റ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതിൽ ഡ്യൂപ്ലിക്കേറ്റ് വാല്യൂസ് ഉണ്ടോ എന്ന് കാണാൻ വേണ്ടിയിട്ട് അപ്പോൾ ഇതിൽ നമ്മൾ ആദ്യം ഈ റേഞ്ച് സെലക്ട് ചെയ്യുക. നമ്മൾ ഈ ഒരു പ്രൊഡക്റ്റ് കോഡിൻ്റെ റേഞ്ച് സെലക്ട് ചെയ്തു. എന്നിട്ട് ഹോം ടാബിൽ കണ്ടീഷണൽ ഫോർമാറ്റിംഗ് ക്ലിക്ക് ചെയ്യുക. അതിൽ ഹൈലൈറ്റ് സെൽസ് റൂൾസ് എന്ന് കാണാം. അതിൽ താഴെ ഡ്യൂപ്ലിക്കേറ്റ് വാല്യൂസ് ഉണ്ട്, അത് ക്ലിക്ക് ചെയ്യാം. എന്നിട്ട് ഇവിടെ നമുക്ക് അനുയോജ്യമായിട്ടുള്ളൊരു കളറ് സെലക്ട് ചെയ്യാം, ഓക്കെ പ്രസ് ചെയ്യാം. അപ്പോൾ നമുക്ക് ഈ ഒരു ഗ്രീൻ കളറിലുള്ള എല്ലാ പ്രോഡക്റ്റും നമുക്ക് ഡ്യൂപ്ലിക്കേറ്റ് ആയിട്ട് വന്നതായിരിക്കും. ഇപ്പോൾ ഇവിടെ 1, 2, 3 എന്നുള്ളത് ഇവിടെ ഉള്ളത് കൊണ്ടാണ് ഇതൊരു ഗ്രീൻ കളറിൽ വന്നത്. അതുപോലെ ഈ ഡാറ്റാസൊക്കെ ഡ്യൂപ്ലിക്കേറ്റ് ഉള്ള ഡാറ്റാസാണ്. ഡ്യൂപ്ലിക്കേറ്റ് ഇല്ലാത്തത് നമുക്ക് കളറില്ലാത്ത രീതിയിൽ വരും ചെയ്യും. ഞാൻ അൺഡു ചെയ്യാണ്. ഇനി അടുത്തത് നമുക്ക് കണ്ടീഷണൽ ഫോർമാറ്റിംഗ് ഉപയോഗിച്ചിട്ട് തന്നെ ഒരു കസ്റ്റം ഫോർമുല വെച്ചിട്ട് നമുക്ക് ഈ ഒരു എക്സാമിൽ 50% താഴെ മാർക്ക് വാങ്ങിയ ആൾക്കാരെ എങ്ങനെ ഹൈലൈറ്റ് ചെയ്യാമെന്ന് നോക്കാം. അപ്പോൾ അതിനായിട്ട് ആദ്യം നമ്മൾ ഡാറ്റ സെലക്ട് ചെയ്യാം. ഇവിടെ ക്ലിക്ക് ചെയ്യുക, ഷിഫ്റ്റ് നിൽക്കുക, റൈറ്റ് ആരോ കീ, കൺട്രോൾ ഷിഫ്റ്റ് നിൽക്കുക, ഡൗൺ ആരോ കീ. എന്നിട്ട് ഇവിടെ ഹോം ടാബിൽ സ്റ്റൈൽസിൽ കണ്ടീഷണൽ ഫോർമാറ്റിംഗ് ക്ലിക്ക് ചെയ്യാം. അതിനുശേഷം ന്യൂ റൂൾ കൊടുക്കുക. ഇവിടെ ന്യൂ റൂളിൽ നമുക്കിവിടെ യൂസ് എ ഫോർമുല ടു ഡിറ്റർമിൻ വിച്ച് സെൽസ് ടു ഫോർമാറ്റ് എന്നുള്ളത് = ടൈപ്പ് ചെയ്യാം $B2 <50 എന്ന് കൊടുക്കുക. അത് ബി എന്ന കോളം നമ്മൾ ലോക്ക് ചെയ്യാണ്. 2 എന്നത് റോനെയാണ് സൂചിപ്പിക്കുന്നത്. അത് നമ്മൾ ലോക്ക് ചെയ്യുന്നില്ല. എത്ര വരെ റോ ഉണ്ടോ അതിനെ മൊത്തം നമുക്ക് കിട്ടാൻ വേണ്ടിയിട്ടാണ് അത് ലോക്ക് ചെയ്യാത്തത്. അത് 50 താഴെയാണെന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ഫോർമാറ്റാണ് വേണ്ടതെന്നാണ്. അപ്പോൾ നമ്മളിവിടെ ഫോർമാറ്റ് ക്ലിക്ക് ചെയ്യുക. ഇവിടെ ഫോർമാറ്റ് സെൽസിൽ ഫില്ല് ക്ലിക്ക് ചെയ്തിട്ട് നമ്മൾ റെഡ് കളർ കൊടുക്കുകയാണ്. ഓക്കെ പ്രസ് ചെയ്യുക, ഓക്കെ പ്രസ് ചെയ്യുക. അപ്പോൾ നമുക്കിവിടെ ഡാറ്റയിൽ 50 താഴെ മാർക്ക് വാങ്ങിയ ആൾക്കാരെയൊക്കെ റെഡ് കളർ വരും. ഇപ്പോൾ ഞാനിവിടെ ജസ്റ്റ് ഒന്ന് 14 എന്ന് കൊടുക്കുകയാണ്. അപ്പോൾ ഓട്ടോമാറ്റിക് അവിടെ റെഡ് കളർ വരുന്നതായിട്ട് കാണാം. അപ്പോൾ നമുക്കിങ്ങനെ കണ്ടീഷണൽ ഫോർമാറ്റിംഗ് ഉപയോഗിച്ചിട്ട് പുതിയ റൂൾ വെച്ചിട്ട് ഇതുപോലെ ഡാറ്റ എളുപ്പത്തിൽ ഹൈലൈറ്റ് ചെയ്യാൻ വേണ്ടി സാധിക്കും.
അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പലതരത്തിലുള്ള കണ്ടീഷണൽ ഫോർമാറ്റിംഗ്, കളറിംഗ് സ്കെയിൽസ് എല്ലാം പഠിച്ചു. അപ്പോൾ ഈ ഒരു ഇൻഫർമേഷൻ നിങ്ങൾക്ക് എന്തായാലും വർക്കിൽ ഉപകരിക്കട്ടെ. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ അതെന്തായാലും ഷെയർ ചെയ്യുക. കൂടാതെ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ.